ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. ചിലർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വെളിപ്പെട്ടു എന്നാണ്. എന്നാൽ പലർക്കും യേശു കർത്താവിൻ്റെ വാക്കുകളെ ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. അതിന് അവർ വളരെ പ്രയാസപ്പെട്ടിരുന്നതായിട്ട് നമുക്കനേക വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം സ്വർഗീയമായ സത്യങ്ങളുടെ കലവറയാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്ന നിക്കോദീമോസിനോട് പോലും സ്വർഗീയ സത്യങ്ങളുടെ കലവറ തുറന്നുകൊടുത്ത് അവനെ ആത്മീകമായ അനുഭവത്തിലേക്ക് നടത്തുവാൻ കർത്താവ് ശ്രമിക്കുമ്പോൾ നിക്കോദീമോസിന് അതൊന്നും മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ നിക്കോദീമോസിന് ഒട്ടും മനസ്സിലാകുന്നില്ല. കൊരിന്ത്യലേഖനം പഠിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. ഇതാണ് ഇന്ന് പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിൻ്റെ ഉപദേശം ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നില്ല. മനുഷ്യൻ വയസ്സ് ചെന്ന് വൃദ്ധനായ ശേഷം വീണ്ടും ജനിക്കണമോ എന്ന് നിക്കോദീമോസ് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. യേശു പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ഒന്നും മനസ്സിലാകുന്നില്ല നിക്കോദീമോസിന്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, മനുഷ്യൻ വയസ്സനായ ശേഷം വൃദ്ധനായ ശേഷം ജനിക്കുക എന്നുള്ളതാണോ അവിടുന്ന് അർത്ഥമാക്കുന്നത്? ആത്മീയ സത്യങ്ങളെ ചിത്രീകരിക്കുവാൻ വേണ്ടി കർത്താവ് ഈ പ്രകൃതിയിലുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിൽ അത് സർവ്വസാധാരണമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്. 3:8 കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനവും ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരുടെ ജീവിതവും വളരെ അത്ഭുതകരമാണ്. ആത്മാവിനാൽ വീണ്ടും ജനിച്ച അല്ലെങ്കിൽ പൊതുജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന ആളുകളെ കാറ്റിനോടാണ് അവരുടെ ജീവിതത്തെ ദൃഷ്ടാന്തീകരിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ സ്വന്തം നിയന്ത്രണത്തിൻ്റെ കീഴിൽ അല്ല ഒരിക്കലും കാറ്റെന്ന് പറയുന്നത്. മനുഷ്യന് ഒരിക്കലും തൻ്റെ ശക്തി കൊണ്ട് ഒതുക്കാവുന്ന ഒന്നുമല്ല കാറ്റ്. 2, കാറ്റ് അദൃശ്യമാണ്. ഇതുപോലെ തന്നെയാണ് വീണ്ടും ജനനം നടക്കുന്നത്. വീണ്ടും ജനനം ഒരു വ്യക്തിയിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. അത് അദൃശ്യമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ അവർ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമായി ചില ഫലങ്ങൾ കാണുവാൻ കഴിയും. ഒരുവൻ രക്ഷിക്കപ്പെടുന്നതോടെ, വീണ്ടും ജനിക്കുന്നതോടെ, കെടുന്ന ബീജത്താലല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വീണ്ടും ജനിക്കുന്നതോടുകൂടി അവൻ്റെ ജീവിതത്തിന് മാറ്റം സംഭവിക്കും. മുമ്പ് അവൻ താലോലിച്ചുകൊണ്ടിരുന്ന, സ്നേഹിച്ചുകൊണ്ടിരുന്ന അവൻ്റെ പാപപ്രവൃത്തികളെ ഇപ്പോൾ അവൻ വെറുക്കാൻ ആരംഭിക്കുന്നു. മുമ്പ് അവന് ഏറ്റവും ദേഷ്യമുണ്ടായിരുന്ന ആത്മീക കാര്യങ്ങൾ ഇപ്പോൾ അവന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറുന്നു. കാറ്റിൻ്റെ ഉറവിടം, അതിൻ്റെ ഗതി, ഇതൊന്നും
മനുഷ്യർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ആത്മാവിനാൽ ജനിച്ച മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഗ്രഹിപ്പാൻ കഴിയുകയില്ല എന്നുള്ള സത്യവും നാം മനസ്സിലാക്കണം. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം അത്ഭുതകരമാണ്. വീണ്ടും ജനനം അത് കാറ്റുപോലെയാണ്. പൊതുജനനം അത് എപ്പോൾ, എവിടെ, ആരിൽ, എങ്ങനെ സംഭവിക്കും എന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കത്തില്ല. കാരണം കാറ്റ് എപ്പോൾ വരും, എങ്ങനെ വരും, എവിടെയായിരിക്കും എന്നൊന്നും ആർക്കും പ്രവചിപ്പാൻ സാധ്യമല്ലാത്തതുപോലെ ഒരു വ്യക്തിയിൽ നടക്കുന്ന വീണ്ടും ജനനവും അതിൻ്റെ അനന്തരഫലങ്ങളും എപ്പോഴാണ്, എവിടെയാണ്, ആരിലാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും പ്രവചിപ്പാൻ സാധ്യമല്ല എന്നുള്ള ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ഗ്രഹിപ്പാനായിട്ട് നിക്കോദീമസിന് കഴിഞ്ഞില്ല. പലർക്കും ഇന്നും അത് സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം. അതുകൊണ്ട് ദൈവിക വെളിപ്പാടുകൾ ഗ്രഹിപ്പാനുള്ള മനസ്സ് ദൈവം നമുക്ക് നൽകട്ടെ. വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് നൽകട്ടെ. നമുക്കാവശ്യം വചനത്തിൻ്റെ വെളിപ്പാടുകളാണ്, ജഡരക്തങ്ങളല്ല. പത്രോസേ, നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ പിതാവാകുന്നു എന്നുള്ള യേശുവിൻ്റെ പ്രസ്താവന നമുക്ക് ഓർക്കാം. ദൈവം നമുക്ക് സ്വർഗീയമായ കാര്യങ്ങൾ വെളിപ്പെടുത്തട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. വചനം കേട്ട് അനുസരിച്ച് ജീവിപ്പാൻ കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.